കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു അങ്ങനെ ശാലിനിയും തോളിലേറ്റിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അയ്യോ വിഷ്ണു ഏട്ടാ നിർത്ത്, ആരെങ്കിലും കാണുമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ വിഷ്ണു റൂമിലേക്ക് ശാലിനി എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടെ എത്തിയിട്ട് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് എത്തി, ഇവിടെ ഇറങ്ങാമെന്ന്. അന്നേരം സ്റ്റോപ്പോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിർത്ത് എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു കട്ടിലേക്ക് കിടത്തിയിട്ട് പറയുകയാണ്, നിർത്താനല്ല, ഞാൻ കിടത്താനാണ് പോകുന്നതെന്ന്. അങ്ങനെ ശാലിനി കട്ടിലേക്ക് കിടക്കുമ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ഇങ്ങനെ റൊമാൻറ്റിക്കായ സ്നേഹത്തോടു കൂടി അങ്ങ് ചെല്ലുകയാണ്. ശാലിനി പുറകോട്ടും നീങ്ങി മാറുന്നുണ്ട്. തുടർന്ന് വാതിൽക്കലേക്ക് നോക്കിയിട്ട് അയ്യോ വാതിലടച്ചില്ല എന്നും പറഞ്ഞ് ഓടിപ്പോയി വാതിലടയ്ക്കുകയാണ് വിഷ്ണു. ഈ സമയത്ത് സുസ്മിത വാതിൽക്കലേക്ക് വരുന്നുണ്ട്. ഡോറ് ലോക്കൊന്ന് പിടിച്ചു നോക്കിയിട്ട് അയ്യോ ഇവർ വാതിൽ പൂട്ടിയിരിക്കുന്നത് അത്ര പന്തിയല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ, എങ്ങനെ കാര്യങ്ങൾ അറിയാമെന്നും പറഞ്ഞ് വാതിൽക്കലേക്ക് ചെവിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് സുസ്മിത. തുടർന്ന് സുസ്മിത ആൻറ്റിയോട് പോയി പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് തീരുമാനിക്കുകയാണ്, വേണ്ട, അല്ലെങ്കിൽ ഞാൻ പോയി ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും അവരെന്തെങ്കിലും കള്ളത്തരം കാണിക്കും, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ബുദ്ധി എന്നും പറഞ്ഞ് വീണ്ടും വാതിൽക്കലൊക്കെ കറങ്ങി നിൽക്കുകയാണ് സുസ്മിത. അതേസമയം അകത്ത് കയ്യിൽ കെട്ടിയിരിക്കുന്ന മുല്ലപ്പൂവൊക്കെ മണപ്പിച്ച് വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്ത് ചെയ്യാൻ പോവുക എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ മുഖത്തോട് മുഖം ചേർക്കുകയാണ് വിഷ്ണു തൻ്റെ മുഖം. അങ്ങനെ അടുത്തേക്ക് വിഷ്ണു വരുമ്പോൾ എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്നും പറഞ്ഞ് വിഷ്ണുവിനെ തള്ളിയങ്ങ് മാറ്റിയിട്ട് ശാലിനി എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ശാലിനിയുടെ സാരിത്തുമ്പി പിടിച്ചു വലിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പതിയെ നിൽക്കുകയാണ്. വിഷ്ണു സാരിത്തുമ്പിൽ അങ്ങോട്ടും ശാലിനി ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട്. പതിയെ വിഷ്ണു പെട്ടെന്ന് സാരിത്തുമ്പ് സ്പീഡിനങ്ങ് വലിക്കുകയാണ്. അന്നേരം ശാലിനി വിഷ്ണുവിൻ്റെ മുതുകത്തേക്ക് ചെന്നങ്ങ് ചേർന്ന് നിൽക്കുന്നു. അതിനുശേഷം വിഷ്ണു തിരിഞ്ഞ് ശാലിനിയെ തന്നിലേക്ക് അങ്ങ് അടുപ്പിക്കുകയാണ്. ശാലിനി പുറകോട്ട് മാറുകയാണ്. ചുവരിൽ തട്ടി നിൽക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ശാലിനിയെ ഉമ്മ വയ്ക്കാനായിട്ട് മുഖമങ്ങ് ചേർക്കാൻ വരുമ്പോൾ വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് കൈകൊണ്ട് തടുക്കുകയാണ് ശാലിനി. അന്നേരം എന്താന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ടാന്ന് ശാലിനി ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, എടോ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനിയിപ്പോൾ എന്താ? പ്രീതിയുടെ പ്രശ്നം ഇയാളൊരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി പരിഹരിച്ചില്ലേ, ഇപ്പോൾ അമ്മയടക്കം എല്ലാവരും ഹാപ്പിയാണ്. അന്നേരവും വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് കൈകൊണ്ട് പുറകോട്ട് തള്ളുന്നുണ്ട് ശാലിനി. അന്നേരം ശാലിനി വിഷ്ണുവിനെ തള്ളി മാറ്റിയിട്ട് പറയുകയാണ്, എന്നാലേ ഞാൻ ഹാപ്പിയല്ല. ഈ സമയത്തും വാതിൽക്കലേക്ക് ചെവി വെച്ച് അവരെന്താണ് പറയുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ എന്നറിയാനായി ചെവി കോർത്ത് നിൽക്കുകയാണ് സുസ്മിത വാതിൽക്കൽ തന്നെ. അന്നേരം ശാലിനി പറയുകയാണ്, ആദ്യത്തെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്, സുസ്മിതയുടെ പ്രശ്നം തന്നെ. അന്നേരം അതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് മറക്കാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, അതൊന്നും പറ്റില്ല, സുസ്മിതയുടെ വിവാഹം കഴിയാതെ നമ്മൾ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകില്ലെന്ന് ഞാൻ സത്യാമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, അവളുടെ കല്യാണം ഇനി എന്ന് നടത്താനാണെന്ന്. അന്നേരം വിഷ്ണുവിൻ്റെ നെഞ്ചിലൊരു തട്ട് കൊടുത്തിട്ട് ശാലിനി പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, അങ്ങനെയെങ്കിലും അവളുടെ കല്യാണം നടത്താനായിട്ട് ഇയാൾക്കൊരു ഉത്സാഹം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞ് വീണ്ടും ഒരു തട്ട് തട്ടിയിട്ട് ശാലിനി അങ്ങ് വാതിൽക്കലേക്ക് പോവുകയാണ്. അന്നേരം എന്നും പറഞ്ഞ് നെഞ്ചൊക്കെ തടവി വിളിക്കുന്നുണ്ട് വിഷ്ണു ശാലിനിയെ നോക്കി. ഈ സമയത്ത് ശാലിനി ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ചാരി നിന്ന സുസ്മിത അങ്ങ് അകത്തേക്ക് വീഴാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് വിഷ്ണു ഇതെന്താ എന്നും പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ആകെ ചമ്മിയ സുസ്മിത പറയുകയാണ്, അല്ല ഞാൻ ഇതുവഴി പോയപ്പോൾ. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ഇവൾ എന്തായി പറയുന്നത്, ഇതിലേ പോവാൻ ഇത് പൊതുവഴി അല്ലല്ലോ. വീണ്ടും സുസ്മിത പറയുകയാണ്, അല്ല ഞാൻ ഈ റൂമിൻ്റെ വാതിൽക്കൽ കൂടി പോയപ്പോൾ എന്നും പറഞ്ഞ് വീണ്ടും പറയാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, വിഷ്ണുട്ടന് മനസ്സിലായില്ലേ, ഇവൾ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അന്നേരം ഒന്നും അറിയാതെ വെറുതെ സുസ്മിത കളിയാക്കുകയാണ് വിഷ്ണു. അയ്യയ്യേ, ഭാര്യ ഭർത്താക്കന്മാരുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയോ, മോശം നാണക്കേട് എന്നൊക്കെ അങ്ങ് വിഷ്ണു പറയുകയാണ്. അന്നേരം ദേഷ്യത്തോടെ ശാലിനി പറയുകയാണ്, നുണ പറഞ്ഞാൽ നിന്റെ 32 പല്ല് ഞാൻ അടിച്ച് താഴെയിടും, എന്ത് കാണാനാടി നീ ഇവിടെ നിന്നത്, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ ഒരുപാട് വഴക്ക് പറയുകയാണ് ശാലിനി. അന്നേരം അതൊക്കെ കേട്ട് രസിച്ച് അയ്യയ്യേ മാനക്കേടെന്നും പറഞ്ഞ് മുഖമൊക്കെ പൊത്തുകയാണ് വിഷ്ണു. വീണ്ടും ശാലിനി പറയുകയാണ്, പണ്ട് പുഴവക്കിലും തോട്ടുവരമ്പിലുമൊക്കെ ഒളിഞ്ഞു നോട്ടക്കാർ നിൽപ്പുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ആണുങ്ങളായിരുന്നു. അന്നേരം ആകെ ചമ്മി നിൽക്കുകയാണ് സുസ്മിതയെ നോക്കി വിഷ്ണു പറയുകയാണ്, അതെ ഞാനല്ല കേട്ടോ, വേറെ ആളുകളെയാണ് പറയുന്നത്.
വീണ്ടും ഒരുപാട് വഴക്ക് പറയുകയാണ് ശാലിനി. UK ജോലി ചെയ്യുന്ന രാജശേഖരൻ നായരുടെ മകള്, നിനക്ക് നാണമില്ലേ? നീ മുമ്പൊരിക്കൽ എന്നോട് നിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ഇപ്പം എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഒരുപാട് കളിയാക്കുന്നുണ്ട് സുസ്മിതയെ. ഇതൊന്നിനും ഒരു മറുപടി ഇല്ലാതെ അങ്ങ് തല താഴ്ത്തി നിൽക്കുകയാണ് സുസ്മിത അന്നേരം അവിടെ. നിന്റെ സ്റ്റാൻഡേർഡിലേക്ക് താഴാൻ എനിക്ക് പോലും കഴിയില്ല, നിന്ന് താളം ചവിട്ടാതെ പോടിയെന്നും പറയുകയാണ് ശാലിനി സുസ്മിതയെ. അന്നേരം വിഷ്ണുവും പറയുന്നുണ്ട്, അതെ അതെ, നീ പോയിട്ട് പിന്നെ വാ, നീ പോയിട്ടേ ഞങ്ങൾക്കിവിടെ ഒരുപാട് പണിയുള്ളതാണ്. നാണം കെട്ടവളെ, ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണു മുഖം പൊത്തിയിട്ട് അയ്യയ്യേ ഭയങ്കര മോശമായി പോയി അങ്ങ് അഭിനയിക്കുകയാണ്. അന്നേരം ആകെ നാണം കെട്ട് സുസ്മിത അവിടെ നിന്നും പോകുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ പൊട്ടിച്ചിരിയും അഭിനയമൊക്കെ കണ്ട് ശാലിനി ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി? അന്നേരം എന്ത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പോയി വാതിലൊക്കെ അടച്ചിട്ട് വരികയാണ്. അന്നേരം എന്താന്ന് വിഷ്ണു പതിയെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ സുസ്മിതയെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്ന്, എന്നിട്ടേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. അന്നേരം വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്നിട്ടെങ്കിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന്? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ശാലിനി നടക്കുകയാണ്. അന്നേരം വീണ്ടും നിന്നേന്നും പറഞ്ഞ് ശാലിനിയുടെ സാരിത്തുമ്പൊക്കെ പിടിച്ചങ്ങ് ചുറ്റുകയാണ് വിഷ്ണു. അന്നേരം എന്നിട്ട് വിഷ്ണു പറയുന്നു, എൻ്റെ ഉറക്കമൊക്കെ പോയെന്ന്. അന്നേരം ശാലിനി പറയാണ്, എങ്കിലേ ഞാൻ പോയി പുറത്ത് നിൽക്കാം, പിന്നെ വരാമെന്ന്. ശാലിനി വാതിൽ തുറക്കാനായിട്ട് പോകുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എൻ്റെ ഉറക്കം തിരിച്ചു വരുന്നുണ്ട്, നമുക്ക് കിടക്കാം. ശാലിനിയുടെ നോട്ടം കണ്ട് വിഷ്ണു ചിന്തിക്കുന്നുണ്ട്, ഇപ്പോഴാണെങ്കിൽ ആ ബെഡിൻ്റെ മൂലയിലെങ്കിലും ചുരുണ്ടുകൂടാ, മൂലയെങ്കിൽ മൂല, ദൈവമേ ഒരു ഭർത്താവിനും ഈ ഒരു ഗതി വരുത്തല്ലേ എന്നൊക്കെ ശാലിനിയെ നോക്കി വിഷ്ണു അങ്ങ് മനസ്സിൽ കരുതുന്നുണ്ട്. എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് കട്ടിലേക്ക് പോയിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ട് എന്താണ് കാര്യമെന്ന് ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശാലിനി അവിടെ നിന്ന് അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് നിരാശനായി കട്ടിലേക്ക് പോയിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി ചെല്ലുകയാണ്. വീണ്ടും ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് കയ്യിൽ ചുറ്റിയിരിക്കുന്ന മുല്ലപ്പൂവൊക്കെ മണപ്പിച്ചിട്ട് കിടക്കുന്നില്ലേ എന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം ഓ കിടന്നോളാന്ന് ശാലിനി പറയുന്നു. ഓ ശരി എന്നും പറഞ്ഞ് പാട്ടൊക്കെ പാടി ബെഡിൻ്റെ ഒരറ്റത്തേക്ക് അങ്ങ് ചാടി കിടക്കുകയാണ് വിഷ്ണു. കട്ടിലേക്ക് കിടന്ന ശേഷം വിഷ്ണു ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് ശാലിനിയെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ നിപ്പ് കണ്ടിട്ട് ഓ അതിര് വേണമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓ വേണമെന്ന് ശാലിനിയും പറയുന്നു. അന്നേരം തലവണ്ണെടുത്ത് ആ സെൻറ്ററിലേക്ക് വയ്ക്കുകയാണ് വിഷ്ണു. എന്നിട്ട് കാലിപ്പുറത്തോട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം കാലിലേക്ക് ഒരു അടി കൊടുക്കുകയാണ് ശാലിനി വിഷ്ണുവിൻ്റെ. എന്നിട്ട് വിഷ്ണു കേൾക്കാതെ കൊച്ചു തെമ്മാടി എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞോന്ന്. ഏയ് ഒന്നുമില്ലാന്നും പറഞ്ഞ് വിഷ്ണു കാണാതെ അങ്ങ് ചിരിക്കുകയാണ് ശാലിനി. തുടർന്ന് കട്ടിലേക്ക് ഇരുന്ന ശേഷം ശാലിനി വിഷ്ണുവിൻ്റെ സ്നേഹത്തോടെ കുറേ നേരം നോക്കുന്നുണ്ട്. വിഷ്ണുവും തിരിച്ച് അതേപോലെ നോക്കി കിടക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ്. അവിടെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്ന ശാരികയെ പിറകിലൂടെ വന്ന് പിടിക്കുകയാണ് രാജീവ്. അന്നേരം ശാരിക പെട്ടെന്ന് പേടിച്ചങ്ങ് മാറുകയാണ്. അന്നേരം ആരെങ്കിലും കാണുമെന്ന് ശാരിക പറയുന്നു. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, അതിന് ആരെങ്കിലും കണ്ടാൽ എന്താ, ഇപ്പോൾ താൻ എൻ്റെ ഭാര്യയല്ലേ, ഹോം നേഴ്സ് ഒന്നും അല്ലല്ലോ. അന്നേരം ശാരിക പറയുകയാണ്, അതല്ല സാർ എന്നെ ഒരു 3 പവൻ്റെ പൊന്നു പോലും ഇല്ലാതെയാണ് സ്വീകരിച്ചത്. അത് സാറിൻ്റെ വലിയ മനസ്സ്. പക്ഷേ 30 പവൻ്റെ ഒരു കടം കിടപ്പുണ്ട്. ഇനി അതില്ലെങ്കിലും 2 വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി നമ്മളൊരു ജീവിതം ആരംഭിക്കൂ എന്ന് തീരുമാനിച്ചതല്ലേ. എൻ്റെ വീട്ടുകാർക്ക് നേരത്തെ സമ്മതമാണ്, പക്ഷെ സാറിൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ല. ആ സമ്മതം കൂടി വേണമെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ, ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നത് അമ്മയുടെ സമ്മതത്തോടു കൂടിയല്ലേ എന്നൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് എതിർക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ സാറിന് പറഞ്ഞാൽ കേൾക്കില്ല എന്നുകൊണ്ട് ഒരു നീരസത്തോടു കൂടി സമ്മതിച്ചതാകാം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുകയാണ് ശാരിക തൻ്റെ ഭാഗം. അന്ന് പൂർണ്ണ സമ്മതത്തോടുകൂടി സാറിൻ്റെ അമ്മ മരുമകളായിട്ട് അംഗീകരിച്ചതാണ്. പക്ഷെ അന്ന് ശാരികയ്ക്ക് 30 പവൻ്റെ പകിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, മുക്കുപണ്ടം കൊടുത്ത് കബളിപ്പിച്ച മരുമകൾ എന്ന പേര് കൂടിയുണ്ട്. ആ കടം വീട്ടിയിട്ടേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാകൂ എന്ന് ശാരിക പറയുകയാണ്. അന്നേരം രാജീവ് പറയുന്നുണ്ട്, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരു കോളേജ് ലെക്ചററല്ലേ ഞാൻ, അത്യാവശ്യം സേവിങ്സ് ഒക്കെ എനിക്കുണ്ട്, ഞാൻ 30 പവൻ സംഘടിപ്പിക്കാം, എന്നിട്ട് കൊടുക്കാമെന്നൊക്കെ. അന്നേരം ശാരിക ചോദിക്കുകയാണ്, സാറ് വാങ്ങിച്ചു തന്നിട്ട് ശാരദാമ്മ കൊടുത്തു എന്ന് പറയാനല്ലേ. അന്നേരം ഏതാണ്ട് അതുപോലൊക്കെ തന്നെ എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, അത് വേണ്ട സാർ, അങ്ങനെയല്ല, അല്ലാതെ തന്നെ 30 പവൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കൂ എന്ന് ശാരിക പറയുന്നു. അതേസമയം അടുക്കള ഭാഗത്തേക്ക് വരുന്ന വിജയലക്ഷ്മി ഇതൊക്കെ കേൾക്കുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, 3 പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയപ്പോൾ ചെന്ന് കാല് പിടിക്കാതെ ചായക്കട നടത്തി ഞങ്ങൾ എല്ലാവരെയും
വളർത്തിയെടുത്ത ഒരു അമ്മയുടെ മകളാണ് ഞാൻ. ആത്മാഭിമാനം എന്നുള്ളത് എനിക്ക് കൂടിയുണ്ട്. അന്നേരം വിജയലക്ഷ്മി ചിന്തിക്കുകയാണ്, ആഹാ, ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ, കാണാം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങ് പോകുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും സാറിൻ്റെ ഭാര്യയായി കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാറിനോട് പൊറുക്കണം എന്ന് പറഞ്ഞ് രാജീവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ് ശാരിക. അന്നേരം വിജയലക്ഷ്മി അങ്ങ് മുറിയിൽ പോയിട്ട് ശാരികയെന്ന് വിളിക്കുന്നുണ്ട്. അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകിയ ശേഷം ശാരിക അങ്ങ് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് റൂമിലേക്ക് വരുന്ന ശാരികയെ വിജയലക്ഷ്മി വഴക്ക് പറയുകയാണ്. എത്ര നേരമായി വിളിക്കുന്നു, കേട്ടില്ലേ എന്നൊക്കെ. അന്നേരം അമ്മയ്ക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാൽമുട്ട് ഭയങ്കര വേദനയാണ്, ആരെങ്കിലും ഒന്ന് തടവി തന്നാൽ അതിന് ആശ്വാസമാകുമെന്ന്. അന്നേരം അതിനെന്താ അമ്മേ, ഞാൻ തടവിത്തരാമെന്നും പറഞ്ഞ് തറയിലിരുന്ന് കട്ടിലിരിക്കുന്ന വിജയലക്ഷ്മിയുടെ കാലങ്ങ് അമർത്തി തടവുകയാണ് ശാരിക. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, പോയി വന്നതിന് ശേഷം നിനക്ക് ഒരുപാട് സ്നേഹമാണല്ലോ എന്ന്. അങ്ങോട്ട് പോയപ്പോൾ ആൻറ്റി ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയായി. കാൽപ്പവൻ പൊന്നില്ലാതെ വന്നത് സ്നേഹത്തിലൂടെ നികത്താമെന്ന് നീ കരുതിയെങ്കിൽ അത് വേണ്ട, അതിലൊന്നും ഈ വിജയലക്ഷ്മി വീഴില്ല എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. ഈ ബുദ്ധി ശാരദാമ്മയാണോ നിനക്ക് പറഞ്ഞു തന്നതെന്നും വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ, അല്ല, ഞാനാണ് പറഞ്ഞു കൊടുത്തതെന്നും പറഞ്ഞ് രാജീവ് റൂമിലേക്ക് വരുന്നുണ്ട്. നിനക്ക് എന്താടാ ഇവിടെ കാര്യമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടെ വിജയലക്ഷ്മി, അമ്മയുടെ കാൽമുറ്റ് തടവി തരാൻ മരുമകളേക്കാൾ കൂടുതൽ ബാധ്യത ഒരു മകനായ എനിക്കല്ലേ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം മതി നീ തടവിയത്, അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് ശാരികയോട് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി. എൻ്റെ കാൽമുട്ട് തടവിയാൽ നിന്റെ ഭാര്യയുടെ കയ്യിലെ വള ഊരിപ്പോകുമോ എന്നും പറഞ്ഞ് വീണ്ടും വിജയലക്ഷ്മി ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം രാജീവ് പറയുകയാണ്, അമ്മയുടെ കാൽമുട്ടിന് ചെറിയൊരു തേയ്മാനമുണ്ട് ഉണ്ടെന്ന് പണ്ട് ഏതോ ഡോക്ടർ പറഞ്ഞതല്ലേ, അത് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തു എന്നാണ് എൻ്റെ ഒരു അറിവ്. ശാരിക ഇവിടെ വരുന്നത് വരെ ആർക്കും ഒരു മുട്ടുവേദനയോ കാലുവേദനയോ ഒന്നുമില്ലായിരുന്നല്ലോ. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് അഭിനയമാണെന്നാണോ നീ പറയുന്നത്? അന്നേരം അത് അമ്മയുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് രാജീവ് പറയുന്നു. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, എനിക്കിത് തന്നെ വേണമെടാ, നിന്നെ ഞാൻ വളർത്തി മല പോലെ ആക്കിയില്ലേ, ഇനി അമ്മയും വേണ്ട ഒന്നും വേണ്ട, നിനക്ക് നിന്റെ ഭാര്യ മതിയല്ലോ, ഭാര്യയും കെട്ടിപ്പിടിച്ചുകൊണ്ടങ്ങ് ഇരുന്നാൽ മതിയെന്ന്. അന്നേരം രാജീവ് ശാരികയൊന്ന് നോക്കിയിട്ട് ദേഷ്യത്തോട് വിജയലക്ഷ്മിയോട് പറയുകയാണ്, ദേ, അമ്മയാണെന്ന് കരുതി വൃത്തികെട്ട സംസാരമൊന്നും ഇവിടെ വേണ്ട. മനസാക്ഷിക്ക് നിരക്കാത്ത വർത്തമാനം അമ്മ പറഞ്ഞാലും അതിനുള്ള മറുപടി ഞാൻ തരും. പിന്നെ അത് മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. രാജീവിൻ്റെ ഭാവം മാറുന്നത് കണ്ട് ശാരികയ്ക്കും അങ്ങ് പേടിയാവുകയാണ്. അതിന് ഉത്തരം പറയാതെ വിജയലക്ഷ്മി അങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് രാജീവ് പറയുകയാണ്, അമ്മയും അമ്മാവനും ഈ വീട്ടിൽ നടത്തുന്ന എല്ലാ നാടകങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ശാരിക ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അതൊരു മരുമകളുടെ കടമയാണെന്ന് കരുതി അമ്മയ്ക്കൊഴിയാം. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് കരുതി ചെറിയ ജോലി പോലും ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താലേ ആരോഗ്യസ്ഥിതി പഴയ പോലെ ആകൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് അമ്മ ഈ കട്ടിലിൽ നിന്നൊന്ന് എഴുന്നേൽക്കുകയോ കട്ടൻ ചായ ഇട്ട് കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആഹാരം കൊണ്ടുവന്ന് കഴിച്ച ശേഷം അത് കൈ കഴുകാനുള്ള വെള്ളം വരെ ശാരിക കൊണ്ടുവന്ന് തരണം. എന്നിട്ടൊരു സ്നേഹവാക്ക് പോലും അമ്മ ശാരികയോട് പറയുന്നില്ലല്ലോ. അമ്മയുടെ നാവിൽ നിന്നും ഏതു നേരവും വീഴുന്നത് പൊന്നിൻ്റെയും പണത്തിൻ്റെയും കണക്ക് മാത്രമാണ്. അമ്മ ജനിച്ചപ്പോൾ 4 നേരവും പൊന്നൊരുക്കിയാണോ വായിലേക്ക് ഒഴിച്ചു തന്നുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള രാജീവിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ഇല്ലാതെ തന്നെ ഇരിക്കുകയാണ് വിജയലക്ഷ്മി. ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്, വേലക്കാരിയല്ല. മേലാൽ ഈ വീട്ടിൽ പൊന്നിൻ്റെയോ പണത്തിൻ്റെയോ കണക്ക് കേൾക്കാനേ പാടില്ല. അങ്ങനെയൊന്ന് കേട്ടാൽ അത് കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇവളെയും കൂട്ടിയങ്ങ് പോകും എന്ന് രാജീവ് അവസാന വാക്കെന്നോണം വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്. രാജീവിൻ്റെ ആ സംസാരത്തിലൊന്ന് പേടിക്കുന്നുണ്ട് വിജയലക്ഷ്മി. രാജീവ് പോയ ശേഷം അമ്മ കിടന്നോ, ഞാൻ മുട്ട് തടവി തരാമെന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കാൽമുട്ട് പിടിക്കുന്നുണ്ട് ശാരിക. ഒന്ന് പോടി, ഇറങ്ങി പൊക്കോളണം ഇവിടെന്ന്, നിന്റെ ഒരു മുട്ട് തടവലും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ശാരികയ്ക്ക് നേരെ ചാടിക്കടിക്കാൻ ശ്രമിക്കുകയാണ് വിജയലക്ഷ്മി. പോകാതെ നിൽക്കുന്ന ശാരികയെ റൂമിൽ നിന്നും പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ട് എടി പോകാനെന്നും പറഞ്ഞ് വീണ്ടും ആക്രോശിക്കുന്നുണ്ട് വിജയലക്ഷ്മി. ശാരികയും പോയ ശേഷം തലയിണയൊക്കെ എടുത്തെറിഞ്ഞ് വേറെ എവിടെയും ഇല്ലാത്തൊരു ഭാര്യ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ദേഷ്യം കാണിച്ചമർത്തുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് കാണിക്കുന്നത് പ്രീതിയുടെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സത്യഭാമയെ ആശ്വസിപ്പിക്കുകയാണ് രാഘവൻ നായർ. നീ പ്രീതി അയക്കുന്ന കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത്? അന്നേരം വസുമതിയുടെ അടുത്തേക്ക് എങ്ങനെ അയക്കുമെന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, വസുമതിയുടെ അടുത്തേക്കല്ലല്ലോ, അവളുടെ ഭർത്താവ് അർജുൻ്റെ വീട്ടിലേക്കല്ലേ അയക്കുന്നത്, അവിടെ വസുമതി കൂടി ഉണ്ടെന്നങ്ങ് വിചാരിച്ചാൽ മതി. പിന്നെ മുമ്പും അവൾ അവിടെ നിന്നിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ രാഘവൻ നായർ ഭാമയോട് ചോദിക്കുകയാണ്. പിന്നെ ഒരു കുടുംബമാകുമ്പോൾ നീരസങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അങ്ങ് സോൾവ് ആയിക്കോളും. പിന്നെ നിന്റെ മരുമകൾ ശാലിനിയും നീയുമായി ഒത്ത് ഇവിടെ താമസിക്കുന്നില്ലേ? അവളുടെ അമ്മ ശാരദാമ്മ നീയുമായി ഇവിടെ ജീവിക്കണ്ടെന്ന് പറയുന്നില്ലല്ലോ, അവരും ഒരമ്മയല്ലേ എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുകയാണ്.
പിന്നെ അർജുൻ്റെ അമ്മയാണ് വസുമതി. അവരെയോ അനിയത്തിയെയോ ഉപേക്ഷിക്കാനായിട്ട് അർജുന് സാധിക്കില്ല. അന്നേരം എല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഘവേട്ട എന്ന് ഒരാശ്വാസത്തോടു കൂടി ഭാമ പറയുന്നുണ്ട്. അന്നേരം എന്നിട്ട് കണ്ണ് നിറഞ്ഞ് ഭാമ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലിപ്പോഴും പ്രീതി 5 വയസ്സുള്ള ഒരു ഫ്രോക്കൊക്കെ ഇട്ട് തുമ്പിയെ പിടിക്കാൻ ഓടുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. അതാണ് എൻ്റെ മനസ്സിൽ ഇത്ര ആദി എന്നൊക്കെ പറഞ്ഞ് കണ്ണ് നിറയുന്നുണ്ട് ഭാമയ്ക്ക്. എല്ലാ അമ്മമാരുടെ മനസ്സും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ പെൺകുട്ടികളെ എല്ലാ കാലവും നമ്മുടെ അടുത്ത് നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ. അർജുൻ്റെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലെ സന്തോഷം നീ കണ്ടില്ലേ? അപ്പോൾ 1 വർഷം അവൾ ഇവിടെ എത്രയാണ് വീർപ്പുമുട്ടി നിന്നത് എന്നൊക്കെ രാഘവൻ നായർ ഭാമയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം കാര്യങ്ങളൊക്കെ കുറേശ്ശെ മനസ്സിലാക്കുകയാണ് സത്യഭാമ. തുടർന്ന് പ്രീതിക്കുണ്ടായ സങ്കടങ്ങളൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുകയാണ് സത്യഭാമ. ഇപ്പോൾ അവൾക്കുണ്ടായ സന്തോഷത്തിനും ഞങ്ങളുടെ പേരക്കിടാവിനെ നശിപ്പിക്കാതെ ഞങ്ങൾക്ക് തരുന്നതിനും സമ്മാനം നൽകുന്നതിലും ഒക്കെ കാരണം ശാലിനിയാണ്. ഇപ്പോൾ പ്രീതിക്ക് നല്ലൊരു കൂട്ടുകാരി എന്നൊക്കെ സന്തോഷത്തോടു കൂടി രാഘവൻ നായർ പറയുന്നുണ്ട്. പക്ഷെ മറുത്തൊന്നും പറയാതെ അതെല്ലാം കേട്ടിരിക്കുകയാണ് സത്യഭാമ. വാസ്തവത്തിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പ്രീതിക്കായി ശാലിനി ചെയ്യുന്നതെന്ന് രാഘവൻ നായർ പറയുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട് രാഘവേട്ട എന്ന് സങ്കടത്തോടെ തന്നെ ഭാമ പറയുകയാണ്. ഈ സമയത്താണ് പ്രീതിയും കൂട്ടി സന്തോഷത്തോടു കൂടി ശാലിനിയും വിഷ്ണുവും കൂടി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത്. നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് ആഭരണങ്ങൾ മാലയും വളയും ഒക്കെ ഇട്ട് നന്നായി ഒരുങ്ങിയാണ് പ്രീതിയെ ശാലിനി കൊണ്ടുവരുന്നത് ശാലിനി. അന്നേരം മോള് അർജുനോടൊപ്പം പോകാൻ റെഡിയായോ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, പ്രീതി ഇന്നലെ റെഡിയായതാണ്, ഇനി എപ്പോൾ പുറപ്പെട്ടു എന്ന് ചോദിച്ചാൽ മതി. അന്നേരം മോളിഞ്ഞ് വന്നേന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പുതിയ ആഭരണങ്ങളും പുതിയ സാരിയൊക്കെ എടുത്ത് മോളങ്ങ് ഒരുങ്ങി സുന്ദരിയായല്ലോ, ആരാണ് മോളെ ഇങ്ങനെ ഒരുക്കിയതെന്ന് ഭാമ പ്രീതിയുടെ തലയിലേക്ക് തലോടി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയെ അമ്മയെന്ന് ചിരിച്ച് സന്തോഷിച്ച് പ്രീതി പറയുകയാണ്. അന്നേരം അങ്ങ് സന്തോഷമാവുകയാണ് വിഷ്ണുവിനും ശാലിനിക്കും രാഘവൻ നായർക്കുമൊക്കെ. അന്നേരം ചിരിച്ചുകൊണ്ട് തന്നെ ഭാമ ഒരു നിമിഷം ശാലിനിയെ നോക്കുന്നുണ്ട്. അർജുൻ വരാറായില്ലേ എന്ന് അന്നേരം രാഘവൻ നായർ തിരക്കുന്നുണ്ട്. ശാലിനി പറയുകയാണ്, 7:30 മുതൽ 9:30 മണി വരെയാണ് രാഹുകാലം, അത് കഴിഞ്ഞിറങ്ങിയാൽ മതിയെന്ന് ഞാൻ അർജുനേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം അവിടേക്ക് വന്ന സുസ്മിത ചോദിക്കുകയാണ്, അത്രയൊക്കെ കരുതലോടുകൂടിയാണോ മോളെ അവിടത്തേക്ക് ഇറക്കി വിടുന്നത്? അന്നേരം ദേഷ്യത്തോടെ, എന്താ സുസ്മിത, നിനക്ക് എന്താ വേണ്ടതെന്ന് ദേഷ്യത്തോടെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രസവത്തിന് പോകാൻ നേരമോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നേരമൊക്കെ കുറിച്ച് ഇറക്കി വിടുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിവിടുമ്പോൾ എന്തിനാ ഇങ്ങനെ നാളും മുഹൂർത്തവും ഒക്കെ നോക്കുന്നതെന്ന്. അന്നേരം സത്യഭാമ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, ഭാമേ, നീ ഇവൾ പറയുന്നതൊക്കെ കേൾക്കുന്നില്ലേ? നമ്മുടെ മകളെ നമ്മൾ പൊട്ടക്കിണറ്റിലേക്ക് തള്ളുവാണെന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം സുസ്മിതയെന്ന് വിളിക്കുന്നുണ്ട് ഭാമ. സുസ്മിത പറയുകയാണ്, ഭാമാൻ്റി അല്ല, ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ തല്ലിയാലും ഞാൻ പറയാനുള്ളത് പറയും. ആ ഒരു അവകാശം ഈ വീട്ടിൽ എനിക്ക് ഭാമാൻ്റി തന്നെ തന്നിട്ടുള്ളതാണ്. പ്രീതി എനിക്ക് സഹോദരിയെ പോലെ തന്നെയാണ്. അവളെ ഇപ്പോൾ പൊട്ടക്കിണറ്റിലേക്ക് തന്നെയാണ് നിങ്ങളെല്ലാവരും കൂടി തള്ളിവിടുന്നത്. അവളിപ്പോൾ പോകുന്ന വീട്ടിൽ അവൾക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? അന്നേരം സുസ്മിതയെ നീ നാവടക്കെന്ന് കൈ ചൂണ്ടി വിഷ്ണു പറയുന്നുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും അങ്ങ് പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച ആ വീട്ടിലേക്കാണ് നിങ്ങൾ വീണ്ടും ഇവളെ പറഞ്ഞു വിടുന്നത്. അന്ന് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് പ്രീതിയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അവിടെ കിടന്നു തന്നെ ഇവള് തീർന്നേനെ. പിന്നെ ശാലിനിയെ നേരെ തിരിഞ്ഞ് പറയുകയാണ്, പിന്നെ ഇവളൊരുത്തിയുടെ വാക്ക് വിശ്വസിച്ചാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പതനമേ ഉണ്ടാകൂ. ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് പറഞ്ഞ് ആൻറ്റിയുടെ മുമ്പിൽ കള്ളനാടകം കളിച്ചവളാണ് ഇവള്. പ്രീതിയെ ഫാനിൽ കെട്ടി തൂക്കിയോ കിണറ്റിലേക്ക് തള്ളിയിട്ടോ വസുമതി ആൻറ്റി കൊല്ലില്ല എന്ന് ആൻറ്റിക്ക് എന്തുറപ്പാണ് ഉള്ളതെന്ന് ഭാമയോട് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം എടിയെന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് വന്ന് വിഷ്ണു സുസ്മിതയെ അടിക്കുകയാണ്. അതുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് പ്രീതിയും സത്യഭാമയും. തുടർന്ന് എടിയെന്നും പറഞ്ഞ് വീണ്ടും സുസ്മിതയെ തല്ലാനായി കൈയോങ്ങുകയാണ് വിഷ്ണു. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.